ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൽവാറാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. അപ്പോൾ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ആ പുതിയ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്താണ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഒരു നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര ഒരു മഴയായിരുന്നു. ഇന്ന് ഫുൾ ഡേ കംപ്ലീറ്റ് മഴയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ മഴയത്തൊക്കെ ഒന്ന് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് പൂജയും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:15 ആയിട്ടുണ്ടായിരുന്നു. ആ സമയം വരെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തു. എന്തായാലും അതൊരു രണ്ടും കെട്ട നേരമാണ്. എല്ലായിടത്തും സദ്യ തുടങ്ങുന്ന ഒരു സമയവും കൂടെയാണ്. എന്നാൽ ഇപ്പൊ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത് തീർന്നു എന്ന് കേൾക്കാനും സാധ്യതയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് കേൾക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് രണ്ടിന്റെയും ഇടയ്ക്കുള്ളൊരു സമയമായതുകൊണ്ട് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു, എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് സദ്യ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ച് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അനുവ് പെട്ടെന്നൊരു ഐഡിയ പറഞ്ഞത്, ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, നമുക്ക് ഒരു സദ്യ തന്നെ കഴിച്ചുകളാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ 2-3 കടകളൊക്കെ ഒന്ന് ആലോചിച്ചു. അതായത് ഇപ്പോൾ ഇവിടെ ഈ സ്പോട്ടിന് ചുറ്റുമായിട്ട് ഒരുപാട് നല്ല നല്ല കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല സദ്യകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാലും പുതിയൊരു പരീക്ഷണം നടത്താതെ വെസ്റ്റ് പ്ലാസയിലോട്ട് പോയി തന്നെ നല്ല സദ്യ കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ 11 മണിക്കാണ് സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഒരു അരമണിക്കൂറും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, എങ്കിൽ നമുക്ക് സദ്യ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ വെസ്റ്റ് പ്ലാസയിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. വെസ്റ്റ് പ്ലാസയിലോട്ട് പോകുന്ന വഴി തന്നെ വീണ്ടും മഴ നല്ലപോലെ ഉറക്കുകയാണ്. നല്ലപോലെ മഴ പെയ്തു. എന്നിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സൺഡേ ആണ്, നല്ല മഴയുമായിരുന്നു. അങ്ങനെ നല്ലപോലെ ബ്ലോക്കിൽ പെട്ട് ഒരു 1/2-3/4 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ കറക്റ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വെസ്റ്റ് പ്ലാസയിൽ എത്തി. അവിടെ എത്തി കറക്റ്റ് 11 മണിക്ക് തന്നെ അവിടെ സദ്യ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 11 മണിക്ക് തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ സദ്യ തന്നെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വെസ്റ്റ് പ്ലാസയിലെ സദ്യ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ സദ്യ കഴിക്കാൻ പറ്റി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, ഒരു സദ്യ കഴിച്ചാലോ എന്നുള്ളത്. ഈ സദ്യ കഴിക്കാനുള്ള കാരണം ഇന്ന് എൻ്റെ ജന്മദിനമാണ്. മാത്രമല്ല അതിനേക്കാൾ വലിയൊരു പ്രത്യേകത, ഇന്ന് മിഥുനം 1 രാവിലെ തന്നെ തോരാതെ പെയ്യുന്ന മഴ കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പലത്തിൽ പോകാനൊക്കെ നല്ലപോലെ മടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചധികം സമയമെടുത്ത് പതുക്കെ ഞങ്ങൾ റെഡിയാവാൻ തുടങ്ങി. രാവിലെ ഒരു 7 മണിക്ക് മുന്നേ തന്നെ അമ്പലത്തിലെത്തണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ നിർത്താതെ പെയ്യുന്ന ഈ മഴയും തണുപ്പൊക്കെ കാരണം ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് നല്ലപോലെ മടിയായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടായാലും പതുക്കെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ ഏകദേശം 9 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മിഥുനം 1 ആയതുകൊണ്ടും അമ്പലത്തിൽ തുടർച്ചയായി 10 ദിവസത്തെ വിശേഷ പൂജ നടക്കുന്നതുകൊണ്ടും ഇന്നൊരു സൺഡേ ആയതുകൊണ്ടും ഈ 3 കാരണങ്ങൾ കൊണ്ടും അമ്പലത്തിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു. തോരാതെ പെയ്യുന്ന മഴയും അമ്പലത്തിലെ ആൾക്കൂട്ടവും കാർ പാർക്കിങ്ങിനിടയിലുള്ള തിരക്കും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വളരെ സമാധാനത്തിൽ അധികം തിരക്കൊന്നുമില്ലാതെ നല്ലൊരു ദർശനം കിട്ടി. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സൊന്ന് നല്ലപോലെ റിലാക്സ് ആയത്. അതുകൊണ്ട് മാത്രം ഇനി അടുത്തതായി എങ്ങോട്ടേക്ക് പോവാം എന്നുള്ളൊരു ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉത്തരവും കിട്ടി. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു സദ്യ കഴിക്കാം എന്നാണ് തീരുമാനിച്ചത്. ഈ സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് ഉറക്കം ഉറങ്ങി. ഫുൾ ഡേ ഉറങ്ങായിരുന്നു. സദ്യ കഴിച്ച് ഇറങ്ങി വീട്ടിലോട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമ്മുടെ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ കാറിലിരുന്ന് തന്നെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം വയറ് നിറയെ ചോറും നല്ല നല്ല കറികളും എല്ലാം കഴിച്ച് നമുക്ക് നല്ല വയറ് കംപ്ലീറ്റ് അങ്ങ് ഫില്ലായി. അപ്പോൾ നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാറിലിരുന്ന് തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നല്ലപോലെ സുഖമായിട്ട് കിടന്നുറങ്ങി. അതായത് കറക്റ്റ് 4 മണിവരെയെങ്കിലും ഞങ്ങൾ കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ ഞാൻ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നലെ നമ്മുടെ പപ്പീസിന് വേണ്ടി കുറച്ച് ലിവറും മാങ്ങയൊക്കെ സൂപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ചോറുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവന്മാർക്ക് ഫുഡൊക്കെ കൊടുത്തു.
എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം മൊബൈലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം 7:29, അതായത് 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. ആ സ്പെഷ്യൽ ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞത് വലിയ സ്പെഷ്യൽ അങ്ങനെ സർപ്രൈസ് ആക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു വീഡിയോ എടുക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു സ്പെഷ്യൽ ഡേ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയൊരു ഡിന്നറിനും കൂടെ പോവുകയാണ്. അപ്പോൾ പുതിയതായിട്ടൊരു ഹോട്ടലിലാണ് പോകുന്നത്, ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ആണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി നമ്മൾ വിളിച്ച് റിസർവ് ചെയ്തിട്ടുണ്ട്. പള്ളിച്ചലാണ്. അപ്പം ഈ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ വിഴിഞ്ഞത്തോട്ടോ കോളത്തോട്ടോ അങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ നോട്ട് ചെയ്തൊരു സ്ഥലമാണ്. പുതിയതായിട്ട് ഇപ്പം തുടങ്ങിയതാണോ അതോ എത്ര നാളായി തുടങ്ങിയിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഈ ഇടയ്ക്കാണ് ഞങ്ങളത് ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഒരു ഹോട്ടലിനെ പറ്റി. റിസോർട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ച് റിസർവ് ചെയ്തു, 2 സീറ്റ് റിസർവ് ചെയ്തു, ഡിന്നറിന് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട്, കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താണ്, മഴയും നല്ലപോലെ പുറത്ത് പെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് അവസാനം 7:30 ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത്രയാണ് ഇൻട്രോ. ഇനി ഞാൻ സംസാരിച്ച് ഇനി ഇൻട്രോ കൂട്ടുന്നില്ല. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയൊന്ന് നമുക്ക് റെഡി ആവണം. ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊന്നും ഇടണം. ഈ പുതിയ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയത് കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ അതേ ഡ്രസ്സ് തന്നെയാണ് വൈകുന്നേരം ഇടുന്നത്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഓടിപ്പോയി റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം വഴിയേ കാണാം. അങ്ങനെ നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഓവർ വെളിച്ചമാണേ, മാത്രമല്ല ചുറ്റും ഭയങ്കര ഇരുട്ടും, പിന്നെ ഈ ലൈറ്റ് ഭയങ്കര ഓവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ, മണി 8 ഇനി ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാണിക്കാം. ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാമേ. രാവിലെ മുതലേ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. വൈകുന്നേരം ആയപ്പോഴാണ് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയത്. കുറച്ചു നേരം നല്ലപോലെ ഒന്ന് മഴ പെയ്യും, വീണ്ടും കുറച്ചു നേരം മഴ പെയ്യാതിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്കൊക്കെ എടുത്താണ് വൈകുന്നേരം മഴ പെയ്തുകൊണ്ടിരുന്നത്. മഴയൊന്ന് തോർന്നു നിന്നപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി. ഹോട്ടലിലെത്തി ഇവിടുത്തെ ലൈറ്റ്സും ആംബിയൻസും ഈ ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിനൊരു സന്തോഷം വന്നു തുടങ്ങി. ഇത്രയും നേരം ഒരു ഡിന്നർ കഴിക്കാനാണ് പോകുന്നത് എന്നുള്ളൊരു സന്തോഷം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം രാവിലെ മുതലേ ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴയും ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് മൂഡ് ഔട്ടാവും. ഈ മഴയും തണുപ്പും കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എനിക്ക് ഒട്ടുമേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഹോട്ടലിലെത്തി ഹോട്ടലിൻ്റെ ഈ ഭംഗിയും ഇവിടുത്തെ ലൈറ്റ്സും ആംബിയൻസൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്ത് തുടങ്ങി. പെട്ടെന്ന് മനസ്സിനൊരു സന്തോഷം തോന്നി തുടങ്ങി. ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുപോലെ എനിക്ക് തോന്നി. ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും ഇവിടുത്തെ എൻട്രൻസ് പോലും വളരെ നീറ്റായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഈ പോട്ട്സും അതിൽ ഒരുപോലെ വളർന്നു നിൽക്കുന്ന ചെടിയും അതിൻ്റെ മുകളിലായിട്ടുള്ള സീലിംഗ് ലൈറ്റും. ഇത് ഫോട്ടോസ് എടുക്കാൻ നല്ല അടിപൊളിയായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലോഞ്ചൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ബാർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫാമിലിയോടൊപ്പം വരാൻ പറ്റിയ എക്സിക്യൂട്ടീവ് ബാറും ഉണ്ട്, ലോക്കൽ ബാറും ഉണ്ട്. ബാറിൻ്റെ ഇൻറ്റീരിയറും ആംബിയൻസൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ ഡൈനിങ്ങിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾസും ചെയറും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മളെ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത്. ഹോട്ടലിൻ്റെ ഓരോ കോർണറും നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ എത്ര മൂഡ് ഔട്ട് ആയിരിക്കുന്ന ആളുകൾ പോലും ചെറുതായിട്ടൊന്ന് സന്തോഷിച്ച് പോകും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് നേരെ ഡിന്നർ കഴിക്കാനായിട്ട് പോവാം. ഇവിടുത്തെ ഷെഫ് നമ്മളോട് പേഴ്സണലി സംസാരിച്ചു. നമുക്ക് ഏത് ഫുഡാണ് വേണ്ടതെന്നും ഏതൊക്കെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇഷ്ടാനുസരണമാണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്തത്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയറും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനെയും അവർ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ലോഞ്ചിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഡിന്നർ കഴിക്കുന്നതിനിടയിൽ പുറത്ത് നല്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാതെ
കുറച്ചു നേരം ലോഞ്ചിലൊന്ന് വെയിറ്റ് ചെയ്ത് ഈ ഒരു ആംബിയൻസ് കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ലോഞ്ചിലിരുന്ന് ഇന്നൊരു ദിവസം നടന്ന എല്ലാ കാര്യത്തെപ്പറ്റിയും ഒന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിലെത്തിയതിന് ശേഷം നാളെ എന്തൊക്കെ ജോലികളാണ് ചെയ്തു തീർക്കേണ്ടത് എന്നുള്ളൊരു ചെറിയ കാൽക്കുലേഷൻസും ചെയ്യുന്നുണ്ടായിരുന്നു. ലോഞ്ചിലിരുന്ന് ഓരോന്ന് ആലോചിച്ചും പരസ്പരം ഡിസ്കസ് ചെയ്തും ഇരുന്നപ്പോൾ സമയം പോകുന്നത് ഒട്ടുമേ അറിയുന്നുണ്ടായിരുന്നില്ല. മഴ ഇപ്പോൾ നല്ലപോലെ മാറിയിട്ടുണ്ട്. സമയം നോക്കിയപ്പോൾ 12 കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞങ്ങൾ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാത്ത മറ്റൊരു ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി നല്ലപോലെ ഒന്ന് ഉറങ്ങാം.